ഇസ്രായേലിൽ പോണെന്ന് പറഞ്ഞല്ലോ. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭയങ്കര കൂട്ടക്കുരുതിയല്ലേ നടത്തുന്നത് പലസ്തീനൊക്കെ. അത് തെറ്റല്ലേ? അത് തെറ്റൊന്നുമല്ല. അത് അവരെ അതില്ലേ അത് തെറ്റല്ല. ചെന്നാ ഈ ഇസ്രായേൽ ജനത്തിനൊക്കെ ചെന്നിട്ടല്ലേ അവർക്ക് കിട്ടിയേക്കണം, അല്ലാണ്ട് വെറുതെ അല്ലല്ലോ. ഇസ്രായേലിന് ഒരു അഭയം കൊടുത്തത് പലസ്തീൻ ഇസ്രായേലൊന്നും ചെയ്യണില്ല. പക്ഷെ അവിടുത്തെ ഈ മറ്റേ ഹമാസ് എന്ന് പറഞ്ഞ ആൾക്കാർ, അല്ലാണ്ട് തീവ്രവാദികളോടാണ് ഈ അവിടെ യുദ്ധം ചെയ്യണം, അല്ലാണ്ട് പാലസ്തീൻ ജനത. അമ്മ വിശ്വാസമൊക്കെ മാറ്റി വെച്ചിട്ടേ ശരിക്കും കുഞ്ഞു കുട്ടികളൊക്കെ കരയുന്നതും മരിക്കുന്നതും ഭക്ഷണം കിട്ടാത്തൊക്കെ അതൊക്കെ വെറുതെ ഇടണേണ്. അങ്ങനെ ഒന്നും ചെയ്യണില്ല. അത് കൂടുതലും ഇവിടെയുള്ള ഈ മാധ്യമങ്ങളൊക്കെ ഇടുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാ ഇസ്രായേൽ ജനം അങ്ങനെ ആരോടും അനുകമ്പ കാണിക്കാതിരിക്കല. ഇപ്പൊ ഈ ഇസ്രായേലിൽ തന്നെ പക്ഷെ ജൂതന്മാര് അത്ര വലിയ നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആണ്, നല്ലവര് തന്നെ. ജൂതന്മാരെയാണ് പീഡിപ്പിച്ചേക്കണം കാലം അത്രയും. പലസ്തീൻ ചിരിക്കുന്ന ഒരു ദിവസം ലോകം അവസാനിക്കുന്ന പറയുന്നത്. അതിൽ നമുക്ക് എന്താ പറയാനുള്ളത്? അല്ല, അവരിപ്പൊ ഭയങ്കര വിഷമത്തിലാണല്ലോ. അവരെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, അതില് ഒരു ഭാഗം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ജനവും നശിക്കും. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ പുണ്യമായിട്ടുള്ള നമ്മുടെ യേശു ജനിച്ച ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു അവരങ്ങനെ ആക്രമിക്കുന്നതും ഇങ്ങനെ കൊല്ലുന്നതും ഒക്കെ ഭയങ്കര ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവര് ഈ പറഞ്ഞ സഭത്തിലാണല്ലേ ഇവര് വന്ന് ആക്രമിച്ചത്. ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റിലേത് ആക്രമിച്ചത് ഇവരാണ്. ഗാസയിലുള്ള ആൾക്കാരെ ചെന്ന് ഇവരെ പെണ്ണുങ്ങളെയൊക്കെ ഗർഭിണികളെയൊക്കെ ഇല്ലേ കൊന്ന്, പിന്നെ കൊച്ചുങ്ങളെയൊക്കെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അവരെ പീഡിപ്പിച്ച് അവരിതാക്കിയിട്ടാണ് അവർ തിരിച്ചു